മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിനടുത്തുള്ള ഗഡ്ചറോളി വളരെ ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റാണ്. ആ ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് അവിടെ അതിൻ്റെ ആ ഭാഗത്തായിട്ട് നക്സൽ ഓപ്പറേഷൻസ് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയ സമയത്ത് അവിടെ മനസ്സിലാക്കുക, ഗ്രാമവാസികളാണുള്ളത്, ഏറ്റവും കൂടുതൽ ആദിവാസികളാണുള്ളത്. അവിടെ ഈ പറയുന്ന പോലീസ് ഓപ്പറേഷനൊക്കെ ആൻറ്റി നക്സൽ ഓപ്പറേഷൻ ശക്തമാണ്. അതേപോലെ തന്നെ അന്ന് നക്സൽ വളരെ ശക്തമായിരുന്നു. ഇപ്പം അവിടെ ഈ കാർമൽ സ്കൂൾ എന്ന് പറയുന്ന CMI, അതായത് കേരളത്തിലെ CMI എന്ന് പറയുന്ന അവരുടെ അതുമായി ബന്ധപ്പെട്ട സ്കൂൾ അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം അന്ന് ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ തൃശ്ശൂരുകാരനൊരു ജെയ്സൺ അച്ഛനായിരുന്നു. അപ്പം എനിക്ക് താമസിക്കാൻ അവിടെ ഹോട്ടലൊന്നുമില്ല, കാരണം അവിടെ പോകുമ്പോൾ. അപ്പോൾ ഈ അച്ഛനുമായിട്ട് ഞാൻ വേറൊരു കോണ്ടാക്റ്റിൽ പരിചയപ്പെട്ട് അച്ഛനാണ് എനിക്ക് അവിടെ താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ അന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അന്നുള്ള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, അവർ ഈ സ്കൂളിനോട് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നും, അതായത് നക്സലൈറ്റിൻ്റെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്, അപ്പോൾ അവരെ അവിടെ പഠിപ്പിക്കണം. കാരണം ഫ്യൂച്ചറിൽ അവർ നക്സൽ ആവരുത്. അപ്പോൾ അവർക്ക് ആഹാരം കൊടുക്കണം. അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ആദിവാസികൾക്ക് വേണ്ടി ഈ കേന്ദ്ര സർക്കാരും ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ആശ്രം സ്കൂളുകളാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്. അത് ഈ ഗവൺമെൻറ് റണ്ണിങ് ആണ്. ഇതിനകത്ത് ആരും ഉത്തരവാദിത്വമില്ല. ആൾക്കാർ കുറച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പണം അടിച്ച് മാറ്റുന്ന സംഭവമാണ് ഈ ആശ്രം സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് RSS പലയിടത്ത് സ്കൂൾ കൊണ്ടുവന്നു, അതുമെല്ലാം പൊളിഞ്ഞു. ഇത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങൾ ഈ ചാരിറ്റി ചെയ്യുക എന്ന് പറയുന്നത്, അതേപോലെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ മലേറിയ പിടിച്ചു കഴിഞ്ഞ ഒരു ഗ്രാമം മുഴുവൻ ഒരുമിച്ചാണ് മരിച്ചു പോകുന്നത്. വെള്ളപ്പൊക്കം വന്നാൽ മുഴുവൻ അങ്ങ് വെള്ളം പോകും. അത് ഒറ്റപ്പെട്ടു പോകുന്ന പ്രദേശങ്ങൾ മുഴുവൻ. അവിടെയൊക്കെ ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് എത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ വിടുവാത്തരോ ഈ പറയുന്ന സംഘപരിവാറുകാരനൊക്കെ അവിടെ വരുന്ന 2 ദിവസം കഴിയുന്ന അവൻ തിരിച്ചങ്ങ് ഓടും. കാരണം ഇതൊരു പരീക്ഷണമാണ്, അല്ലാതെ ഇത് ചെറിയ തമാശയൊന്നുമല്ല. ഈ റിയൽ ചാരിറ്റി എന്ന് പറയാം, ആൾക്കാരുടെ കുറച്ച് പണം മേടിച്ചിട്ട് ഒരാൾക്കൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന പോലൊന്നും അല്ല യഥാർത്ഥ ചാരിറ്റി എന്ന് പറയുന്നത്.